ഹായ്. വീണിടം വിദ്യയാക്കുന്നവൾ വിദ്യ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. പിടികിട്ടിയോ? ന്യൂസ്, വാർത്തകൾ വല്ലതും അറിയുന്നുണ്ടോ? ഓ, അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്തായിരിക്കും അല്ലേ ഉദ്ദേശം? നിങ്ങൾ വാർത്തകളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇക്കൊല്ലം ബിഗ് ബോസിൽ ആരൊക്കെ പോവും? ആര്യയ്ക്കൊരു ഫ്ലാറ്റ് പദ്ധതി ഇക്കൊല്ലം ആര് കൊണ്ടുപോകും? ഭർത്താവ് മരിച്ച സ്ത്രീ പൊക്കിള് കാണിച്ച് അഭിനയിച്ച കുറ്റമുണ്ടോ? ആ ദിയ സ്ത്രീത്വത്തെ അപമാനിച്ചു. ഒറ്റയ്ക്ക് പോയി അനുഭവിക്കേണ്ട പ്രസവ വേദന ഒരു ഫാമിലി ട്രിപ്പാക്കി പോയിരിക്കണം. ഇതെല്ലാം പോരാഞ്ഞിട്ട് മെജോറിറ്റി കമൻസ് വായിച്ചിട്ട് അതിനൊത്ത് റിയാക്ഷൻ വീഡിയോ ഇടുന്ന ചേട്ടന്മാരുടെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മളെല്ലാം അറിയാറുണ്ട് അല്ലേ? അത് നിങ്ങളെപ്പോലെ ഞാനും അറിയാറുണ്ട്. ഇതല്ല, അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു സാധനം പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കയറി കയറി ബുർജ് ഖലീഫ വരെ നാണിച്ചു പോകും. അമ്മാതിരി വിലക്കയറ്റമാണ്. പെട്രോളിനും ഗ്യാസിനും ഗോൾഡിനും വില കൂടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മരിച്ചു കിടക്കുമ്പോൾ മൂക്കി വെക്കണ പഞ്ഞിക്ക് വരെ വില കൂടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അത് മരിച്ചു കിടക്കണത് അറിയണ്ടല്ലോ, നാട്ടുകാരല്ലേ ഓടണത്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിതുവരെ മനസ്സിലാവാത്തത്, അങ്ങ് അമേരിക്കയിൽ കിടക്കുന്ന ട്രംപ് ഒന്ന് തുമ്മിയ ഇങ്ങ് കേരളത്തിൽ സ്വർണത്തിന് വില കൂടും. ഒരു തൂവാല കൊടുത്ത് നിർത്തേണ്ട കേസല്ലേ ഉള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലായില്ല അങ്ങേരും സ്വർണവും തമ്മിൽ എന്താണ് ഇത്ര വലിയ ബന്ധമെന്ന്. പിന്നെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ടുണ്ട്. മറ്റേ ചേട്ടൻ നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെ വില അതിൽ ഒരംശമേ കൂടുന്നുള്ളൂ. ക്രൂഡ് ഓയിലിൻ്റെ കുറയുന്നതിൻ്റെ അത്രയും ഇവിടെ കൂടുന്നില്ല. മനസ്സിലായോ? അതായത് രമണ, അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ഇവിടെ കൂടുന്നുണ്ട്. പിടികിട്ടിയില്ലല്ലേ? എനിക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. വണ്ടി എടുത്ത് വെളിയിൽ ഇറങ്ങാതിരുന്നാൽ മതി, അപ്പോൾ പെട്രോളിൻ്റെ ചിലവ് നമ്മൾ അറിയണ്ടല്ലോ. അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വെളിച്ചെണ്ണ 1 ലിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെക്യൂരിറ്റിമാരെ നിർത്തേണ്ട ഒരവസ്ഥയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവനൊക്കെ ആരായി? അംബാനി. എന്താണല്ലേ നമ്മുടെ നാട്ടിലേക്ക് വില കൂടി പോണ ഒരവസ്ഥ. പണ്ടൊക്കെ 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 ലിറ്റർ ഒന്നുമല്ല, പണ്ടൊക്കെ ഗോമാമൻ്റെ കടയിൽ പോയി ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോകും ഒരു ചെറിയ കുപ്പിയിൽ. മാമ ആ കുപ്പിയുടെ മുകളിൽ ഒരു വച്ചൂറ്റി വെച്ചിട്ട് ഒരു 100 ഗ്രാം അളന്നൊഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്നാപ്പ് വെച്ച് ഒരു ഇത്തിപ്പൂരവും കൂടെ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഇങ്ങ് തന്നു വിടും. എൻ്റെ അമ്മയ്ക്ക് ഒരാഴ്ച പാചകം ചെയ്യാനുള്ള വെളിച്ചെണ്ണയാണത്. വിത്ത് തലയിൽ തേപ്പ്. വിലക്കയറ്റത്തിനൊന്നും ഒരു അറുതിയില്ലെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഞാൻ 6 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഏറ് പാല് ഇപ്പം 28 രൂപയായി. 28 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന പരിപ്പൊക്കെ ഇപ്പം 188 രൂപയായി. എന്തിന്? പണ്ടൊക്കെ 20 രൂപയ്ക്കാണ് മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 200 രൂപ ഇല്ലാതെ മജീദിക്കയുടെ മുഖത്ത് നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ? 20 രൂപ വെച്ച് നീട്ടിയ ടിപ്പ് കൊടുത്തതാണെന്ന് അങ്ങേര് വിചാരിക്കൂലേ? ഇതാണ് പണ്ടേ വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ടൊന്ന് പട്ടിണി കിടക്കണമെങ്കിൽ മിനിമം 500 രൂപയെങ്കിലും വേണം. ഈ വിലക്കയറ്റം നമ്മൾ മലയാളികൾ തിരിച്ചറിയുന്നില്ല എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ ഫാമിലി ആയിട്ട് ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ വെയിറ്റർ മെനു കൊണ്ട് തരുമ്പോൾ നമ്മൾ കൃഷ്ണമണി വലത്തോട്ട് ചരിച്ചിട്ട് ആ മെനുവിൻ്റെ റേറ്റ് അത്രയും നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞതിലോട്ട് നോക്കി സാധനം ഓർഡർ കൊടുക്കാൻ നമ്മൾ മലയാളികൾ പൊളിയാണ്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ കുഴിമന്തി വലിയ അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്യണത്. ഒരു കുടുംബം മൊത്തം ഫ്ലാറ്റ്. നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം എന്താണ്? നമ്മൾ എത്ര കടവും കഷ്ടപ്പാടിലൊക്കെ വളർന്നാലും നമ്മളെ മക്കളൊക്കെ ഒരു തുള്ളി കടവും പോലും ഇല്ലാതെ നന്നായിട്ട് ജീവിക്കണമെന്നല്ലേ? നടന്നത് തന്നെ. നമ്മുടെ കേരളത്തിൽ ഇപ്പം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ തലയ്ക്ക് വരെ 1,98,351 രൂപയാണ് കടം. ഇത് കുറച്ച് നാൾ മുമ്പ് വരെയുള്ള കടമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് മാമന്മാർ പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനെയുള്ളൊരവസരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കഷ്ടപ്പാടിൻ്റെ ഇടയിലൊക്കെ ആണ് നമുക്ക് നമ്മളെ സ്നേഹനിധിയായ അച്ഛന്മാരെ മാമന്മാരെയൊക്കെ ഒന്ന് ആലോചിക്കാനുള്ളത് കേട്ടോ. അവർക്ക് ഈ വിലക്കയറ്റത്തിന് ഒന്നും പിടിച്ചു നിർത്താനൊന്നും പറ്റൂല. പക്ഷെ പണക്കാരാവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം തെറ്റാണെന്ന് മനസ്സിലാക്കി ഡെയിലി ഓരോ ലോട്ടറി ടിക്കറ്റ്, എന്നിട്ട് 3 മണിയാകുമ്പം ചാനൽ വിട്ടിരുന്ന് നമ്പർ നോക്കും. 10 രൂപ പോലും ഇല്ലയെന്നറിയുമ്പോൾ ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ടൊരു പോക്കുണ്ട്. തെറ്റാണെന്നൊന്നും അല്ല പറയണത്. ലോട്ടറിയൊക്കെ ഇടയ്ക്കെടുക്കുന്നത് വളരെ നല്ലത് തന്നെ. ആ 3 മണി വരെ അവർ കെട്ടിപ്പൊക്കുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് തന്നെ ജീവിക്കാൻ വലിയൊരു പ്രചോദനം തന്നെയാണ്. കേരം തിങ്ങും കേരള നാട്ടിൽ കേരം തന്നെ ഇറക്കുമതിയാണ്. എന്താ അല്ലേ? ജയ് ജവാൻ ജയ് കിസാൻ. ഇനി ഇതൊക്കെ പോട്ടെ, മനുഷ്യൻ്റെ ജീവന് വിലയുണ്ടോ? ഒരു കുട്ടി നടന്നു പോയപ്പോൾ പട്ടി കടിച്ചെന്ന് വിചാരിക്കുക. ആ പട്ടിക്ക് ചോദിക്കാനും പറയാനും വരെ ആൾക്കാരുണ്ട്. എന്തിനേറെ
കുട്ടിയെ കടിച്ചപ്പോൾ കുട്ടിയുടെ തൊലിക്കട്ടി കാരണം കടിച്ച പട്ടിയുടെ പല്ലിന് കേടുവന്നെന്നും പറഞ്ഞ് കുട്ടിക്കെതിരെ കേസെടുക്കുന്ന ടീമിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവന് തന്നെ എത്രത്തോളം വിലയുണ്ടെന്ന് നമുക്കിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി എല്ലാത്തിനും വില കൂടുതലാണ്. നമ്മളെ ജീവനൊന്നും ഒരു വിലയില്ല. നമുക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ ഇത്ര പാടാണെന്ന് നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ നാട്ടിൽ അതിക്രമിച്ച് കയറി നമ്മുടെ സഹോദരങ്ങളുടെ ജീവനും സഹോദരിമാരുടെ സിന്ദൂരത്തിനും വില പറഞ്ഞിട്ട് ഒളിച്ചിരിക്കുന്ന എല്ലാ മാങ്ങാണ്ടിക്ക് കൂട്ടുകുടവന്മാരും മനസ്സിലാക്കിക്കോ, ജാതി മത രാഷ്ട്രീയ ബന്ധം വ്യത്യാസമില്ലാണ്ട് നമ്മൾ പ്രൈസ് ടാഗ് ഇട്ടിരിക്കും. നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും.